പ്രിയമുള്ളവരെ, കാമിത ഒരു പുതിയ വേഷത്തിലും ഭാവത്തിലുമൊക്കെ നമ്മുടെ മുന്നിലെത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തലയിലൊരു തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? എന്തോ ഒരാപത്തിന്റെ ലക്ഷണം, അതല്ലെങ്കിൽ എന്തോ ഒപ്പിച്ചെടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗം. അങ്ങനെ തന്നെ വേണം അതിനെ നമുക്ക് കാണാൻ. നേരായ മാർഗത്തിൽ ഏതായാലും നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷെഫീന ബീവിയുടെ പണിയൊക്കെ കുറെ ഏറ്റിട്ടുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഉൾപ്പെടാൻ സാധ്യതയുള്ള ജമാഅത്തുകളെയൊക്കെ ഷെഫീന ഒന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവര് സ്വല്പ ഗൗരവത്തിലൊക്കെ ഇടപെടുകയും ഇസ്ലാമിനെ ഈ തരത്തിൽ നിന്ദിച്ച് തെറി പറഞ്ഞ് നടക്കുന്ന ഈ സ്ത്രീക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ നടപടി സ്വീകരിക്കണം എന്നുള്ള ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയമാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ ഒരു പ്രഖ്യാപനം നടത്തി, ജമാഅത്ത് എന്നെ പുറത്താക്കിയാൽ എനിക്കെന്ത് ജമാഅത്ത്, ഞാൻ ഇസ്ലാമിന് പുറത്തു ആയി കഴിഞ്ഞു, ഇനി ഒരിക്കലും മടങ്ങി അങ്ങോട്ടേക്ക് ഇല്ല, ഈ ജീവിതത്തിൽ ഇനി ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നൊക്കെ തുറന്നു പറഞ്ഞൊരു ബഹളമൊക്കെ കാട്ടി. പക്ഷേ പണി പാളും എന്ന് ഏകദേശം ഉറപ്പായി കാണും. കാരണം 2-3 കൊച്ചുങ്ങളുണ്ട്, 4-5 കൊച്ചുങ്ങളുണ്ട്, 2-3 പേരുടെ വകയായിട്ടൊക്കെ. പിന്നെ ഭർത്താവ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം കൂടെ ഇങ്ങനെ ഉണ്ട്. അത് നിക്കാഹ് കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. എങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്നത് സത്യവിശ്വാസിയാണെന്നൊക്കെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലനിൽപ്പും ഈ കുട്ടികളുടെ നിലനിൽപ്പും ഒക്കെ നോക്കുമ്പോൾ ജമാഅത്തുകളെല്ലാം കൂടെ കൂട്ടമായൊരു തീരുമാനമൊക്കെ എടുത്താൽ അതൊരു പണിയാകാനുള്ള സാധ്യതയുണ്ട് ഭാവിയിലേക്കെങ്കിലും. അതൊക്കെ കണക്ക് കൂട്ടി വായിക്കകത്തു നിന്ന വാക്കുകളുടെ നാറ്റം മാറിയിട്ടില്ലെങ്കിൽ തന്നെയും വായിലൂടെ ഇസ്ലാമിനെതിരെ വളരെ നിന്ദ്യമായ രീതിയിൽ, മോശമായ രീതിയിൽ വിസർജനം നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ചെറിയ ഒരു മാറ്റത്തിന് ഒരു ഷാളൊക്കെ എടുത്ത് തലയിൽ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പ്രവൃത്തിയും മറ്റു കാര്യങ്ങളും സമീപനങ്ങളും എല്ലാം തന്നെ 24 മണിക്കൂറും പഴയതിനേക്കാൾ പിന്നത്തേത് തന്നെയാണ്. ഇപ്പൊ ഏറ്റവും പുതുതായി ഏറ്റവും വലിയ ചാണക ചാനലായ കർമ്മയുമായിട്ട് ചേർന്നിട്ട് അതിനകത്തൊരു സംഘിണിയുണ്ട്. വാ തുറന്നാൽ വിഷം തുപ്പുന്ന ഒരു സംഘിണി. ആ സംഘിണിയുടെ ഒരു വീഡിയോ പിടിച്ചിട്ട് അതിന് അനുബന്ധമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മളുടെ മോഹൻലാലിനെയാണ് ഇപ്പൊ നോട്ടം. മോഹൻലാലിന്റെ ആ ലഫ്റ്റനന്റ് കേണൽ കോട്ടം ഊരി വെപ്പിക്കണം. അതുപോലെ തന്നെ മോഹൻലാലിനെ ഒന്ന് നന്നാക്കി എടുക്കണം. നല്ലെണ്ണം ചാണകത്തിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. ഇപ്പം ചാണകത്തിൽ ശരിക്കും അദ്ദേഹം കുളിച്ചിട്ടില്ല, ഒന്ന് കുളിപ്പിച്ചെടുക്കണം എന്നൊക്കെയുള്ള നീക്കമാണ് ഇപ്പൊ ആരംഭിച്ചിരിക്കുന്നത്. അതിന് ഈ കർമ്മയുമായി കണ്ടുപിടിച്ചിരിക്കുന്നത് ഷാർജയിൽ ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഉദ്ഘാടനം മെയ് മാസം 9-ാം തീയതി നടക്കുകയാണ്. കമോൺ കേരള ഇവന്റ് എന്ന പേരിൽ ഷാർജ ഷെയ്ഖ് സുൽത്താൻ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്യുന്ന ആ പരിപാടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നതാണെന്നും ജമാഅത്തെ ഇസ്ലാമി മുന്നിട്ട് ചെയ്യുന്നതാണെന്നും അതിൽ ഒരു കാരണവശാലും മോഹൻലാൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കരുതെന്നുമൊക്കെയാണ് ഭാഷ്യമായിട്ട് രണ്ടാളും കൂടി ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇന്ത്യ ഗവൺമെന്റ് ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്ത് ബഹുമാനിച്ചിരിക്കുന്നത് ഒരു മാതൃകാ പുരുഷനായി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. പുതിയ തലമുറയ്ക്ക്
പുതിയ തലമുറയെ, അതായത് നമ്മുടെ സൈന്യത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാതൃകാ പുരുഷനാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാലിന് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മോഹൻലാല് ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. പങ്കെടുക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ കേണൽ കുപ്പായ ഊരി മേടിക്കണം എന്നൊക്കെ തരത്തിലാണ് അതിന്റെ ഭാഷ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ വിവാദമായ ഒരു ഒരു പ്രസ്താവനയും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ഭഗവത് റാം എന്ന് പറയുന്ന ഒരു സംഘിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻപറ്റിക്കൊണ്ടാണ് ഈ പുതിയ വിവാദ വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കർമ്മയാണ് ആ വിവാദ വീഡിയോ, കർമ്മയിലെ ആ സംഘിണിയാണ് അത് വെച്ച് അവതരിപ്പിക്കുന്നത്. ഇവൾ അത് ഏറ്റെടുത്ത് ഈ കാമിത അതിന് കൂടുതൽ വിവക്ഷ കൊടുക്കുക, കൂടുതൽ വിശദീകരണം കൊടുക്കുക, കൂടുതൽ അതിനെ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തല്ലുക. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വളരെ മുൻപേ നിരോധിക്കപ്പെടേണ്ടതാണ്. മറ്റ് ഇസ്ലാമികമായി തീവ്രവാദ പ്രവർത്തനം നടത്തൂ എന്ന് ആരോപിക്കപ്പെടുന്ന പല സംഘടനകളൊക്കെ മുൻപേ തന്നെ നിരോധിക്കപ്പെടേണ്ട ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഒരു ഭാഷ്യത്തിലാണ് ഈ ജാമിദ ഇരുന്ന് തള്ളി മറിക്കുന്നത്. ജാമിദയുടെ ആ വീഡിയോ ഒന്ന് നമുക്ക് കുറച്ചൊന്ന് കേൾക്കാം, എന്നിട്ട് അതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഏതെങ്കിലും ഒരു കാര്യം അടിസ്ഥാനപരമായി വിഷയാധിഷ്ഠിതമായി വിമർശിക്കുകയോ എതിർക്കുകയോ അഡ്രസ് ചെയ്യുകയോ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോഴേക്ക് നമ്മളെ കടന്നാക്രമിച്ചിട്ടോ സംഖ്യ ചാപ്പ കുത്തിയിട്ടോ ഒരു കാര്യവുമില്ല. ഉള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. മോഹൻലാലിനെ നമ്മളൊക്കെ കേണലാണ് എന്ന് അംഗീകരിക്കുകയും പിന്തുടരുകയും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യാൻ കാരണം ഈ രാജ്യമാണ്. ഈ രാജ്യത്തോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കൂറും പ്രതിബദ്ധതയും ഉള്ളത് കൊണ്ടാണ്. ഇന്നിപ്പോൾ ആ കേണൽ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം അർഹനാണോ അല്ലേ എന്ന് ചിന്തിക്കേണ്ടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതിന് നമുക്ക് എല്ലായ്പ്പോഴും ഇൻകമിങ് ഒക്കെയാണ്, ഔട്ട് ഗോയിങ് നമ്മൾ അംഗീകരിക്കില്ല എന്ന സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. ഇത്തരം ഇരട്ടത്താപ്പുകളെ നമ്മൾ ചോദ്യം ചെയ്യാൻ വേറെയും ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത എല്ലാവരും ഇവിടെ ഉണ്ടോ എന്നത് നോക്കണം. അതേപോലും മറ്റു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ട്. പലപ്പോഴും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത പെൺകുട്ടികളൊക്കെ കൊല്ലപ്പെടുകയും ആൺകുട്ടികളൊക്കെ സുഖസുന്ദരമായി സെക്കൻഡ് മാരേജ് കഴിച്ച് ഇവിടെ ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മോഹൻലാൽ ഈ പദവിയിൽ ഇരിക്കാൻ അർഹനാണോ അല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ ഭാർഗവറാമിനെ പോലെയുള്ള ആളുകൾ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്? ഇസ്ലാമിനെ അടിക്കാൻ വീണ്ടും വിവാദത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഇന്ത്യൻ വാണിജ്യ സാംസ്കാരിക മേളയായ മെയ് 9 എക്സ്പോസുകൾ നടക്കുകയാണ്. മോഹൻലാലാണ് മുഖ്യ അതിഥി. മാധ്യമം തന്നെ പങ്കുവച്ചതാണ് ഈ വാർത്ത. മോഹൻലാലിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പരിപാടിയിൽ പങ്കെടുക്കാം, അതൊന്നും യാതൊരു വ്യക്തിപരമാണില്ല. അങ്ങനെ ഒരു അഭിപ്രായം ആരും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അദ്ദേഹത്തിന് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത് എതിർക്കാനോ വിരൽ ചൂണ്ടാനോ കർമ്മ എന്ന മാധ്യമം ശ്രമിക്കുന്നില്ല. എന്നാൽ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന ഒരു സംഘടന, അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്തിനാ കേണൽ കുപ്പായം എന്ന പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യം. ഇപ്പോൾ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഡോക്ടർ ഭാർഗവറാം. ഈ ചോദ്യം ഭാർഗവറാമിന്റെ ഈ പോസ്റ്റിനോടൊപ്പം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചേർന്ന് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയോടെങ്കിൽ ആ കേണൽ അഴിച്ചു വെച്ചൂടെ? അതല്ലേ ഒരു രാജ്യസ്നേഹി ചെയ്യേണ്ടത്? മലയാളിക്ക് പ്രിയപ്പെട്ട ലാലിനോടാണ് വീണ്ടും ഈ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർതൃത്വത്തിൽ ഒരുക്കുന്ന മേളം ഷാർജ ചേംബർ ഓഫ് കോമേഴ്സിനും ഷാർജ എക്സലൻസ് അവാർഡിന്റെ പങ്കാളിത്തത്തോടെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഈ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കുന്നതിനെ പറ്റി ഡോക്ടർ ഭാർഗവറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന ഭാഗങ്ങൾ പറയാം. PFIക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടന എന്ന നിലയ്ക്കും കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്രകടനത്തിന്റെ വെളിച്ചത്തിലും മോഹൻലാൽ കേണൽ വേഷമിട്ട് ഈ പരിപാടിക്ക് വിശിഷ്ടാതിഥി ആകണം എന്നതാണ് ഡോക്ടർ ഭാർഗവറാം പങ്കുവച്ച കുറിപ്പിലെ പ്രധാന സാരാംശം. എന്തായാലും ആ കുറിപ്പ് അതേപടി വായിക്കാം. ചിത്രങ്ങൾക്ക് അല്പം കൂടി തെളിച്ചപ്പോൾ ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഷാർജയിൽ നടത്തുന്ന കമോൺ കേരള ഇവന്റിൽ കേരളത്തിലെ പ്രിയങ്കരനായ ലാലേട്ടനാണ് മുഖ്യാതിഥി. ഈ യാത്രയും പരിപാടി വളരെ ശ്രദ്ധേയമാകേണ്ടതാണ്. പക്ഷേ PFIക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കരിപ്പൂർ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കേരള ഹമാസ് പ്രകടനത്തോടെ രാജ്യത്തിൽ കുറെ കാലമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ഉറവിടം
സംഘാടനം ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വലിയൊരു വീഴ്ച തന്നെയാണ്. എന്നാൽ അവരുടെ പ്രവർത്തനം എന്തെന്ന് സമൂഹം തിരിച്ചറിയുന്നുണ്ട്. പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചേരിയിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കെ ആ ലഫ്റ്റനന്റ് കേണൽ പദവി ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകണം. സ്വയം അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ല എങ്കിൽ സേനയ്ക്കെങ്കിലും അതിന്റെ പദവികളിൽ ആത്മാഭിമാനം തോന്നേണ്ടതാണെന്നും ഭാരത് കുറിക്കുന്നു. വേളയുടെ ഉദ്ഘാടനം ഈ 9 വൈകുന്നേരം 4 ഷാർജ ഉപഭരണാധികാരി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സാലിം ബിൻ സുൽത്താൻ അൽ ഖാസിമി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് മേളയിലെ മുഖ്യാതിഥി. 300 വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രദർശനങ്ങളും നടി പ്രിയാമണി അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങുകളുണ്ട്. മുൻ വർഷങ്ങളിൽ മോഹൻലാൽ ഈ സംഘിസത്തെ വലുതായൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ തന്നെയും അദ്ദേഹം എപ്പോഴും ഒരു മൗനം പാലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തെ പോലെ ഒരാൾ സ്വാഭാവികമായി പ്രതികരിക്കാൻ ഇടയുള്ള ഭാഗത്ത് ഒന്നുകിൽ അതിനെ എതിർക്കാൻ ഇടയുള്ള സന്ദർഭങ്ങളിൽ മൗനം പാലിക്കുന്ന ഒരു രീതി മോഹൻലാലിനുണ്ടായിരുന്നു. ഇത് പലപ്പോഴും ഈ സംഘികൾ ധരിച്ചിരുന്നത് മോഹൻലാൽ തങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള ഒരു മനോഭാവത്തെയാണ് കരുതിയിരുന്നത്. അങ്ങനെ ധരിച്ചുകൊണ്ട് അവരതിൻ്റെ തുടർ പ്രചരണം ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവവും ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ഏറ്റവും കൂടുതൽ കലിപ്പായത് മോഹൻലാൽ എമ്പുരാൻ എന്ന സിനിമയിൽ അഭിനയിച്ചതോടുകൂടിയാണ്. എന്തുകൊണ്ട് മോഹൻലാൽ എമ്പുരാൻ എന്ന് പറയുന്ന ആ സിനിമയിൽ അഭിനയിച്ചു, എന്തുകൊണ്ട് ആ സിനിമയുടെ കഥയും കഥാസന്ദർഭങ്ങളും നേരത്തെ മനസ്സിലാക്കി അതിനെ എതിർക്കുകയോ അതിൽ നിന്ന് പിന്മാറുകയോ അല്ലെങ്കിൽ അത് മാറ്റം വരുത്താൻ ആ നിർമ്മാതാക്കളെ നിർബന്ധിക്കുകയോ ചെയ്തില്ല. ആ ഒരു കലിപ്പ് ഈ സംഘികൾക്ക് ആ പടം റിലീസായ അന്നു മുതലുണ്ട്. തുറന്ന് മോഹൻലാലിനെതിരെ പടവെട്ടുക തന്നെ ചെയ്തു പല ഭാഗങ്ങളിൽ. വടക്കേന്ത്യയിലൊക്കെ വളരെ കർക്കശമായി അദ്ദേഹത്തിനെതിരെ നിലപാടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അത്രത്തോളം ഒന്നും എടുത്തില്ല. അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ മൗനത്തെ വീണത് വിദ്യയായിട്ടൊക്കെ അവരെടുക്കുക ചെയ്തത്. അതുപോലെ തന്നെ ആ പടത്തിനകത്ത് കൂടുതൽ സെൻസറിങ് ഏർപ്പെടുത്താനും കൂടുതൽ കട്ടിങ് നടത്താനും ഒക്കെയുള്ള അദ്ദേഹം കൂടി ഉൾപ്പെട്ട തീരുമാനം, അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിൽ, ഇതെല്ലാം സംഘികളെ ഒന്ന് സമാധാനിപ്പിച്ചു വെച്ചിരുന്നത്. പക്ഷെ ആ കലിപ്പ് ഇപ്പോഴും തീരുന്നില്ല. അതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ, ഈ ഷാർജ പ്രശ്നത്തിൽ ഇത്രയും തലപൊക്കി വരാനുള്ള കാര്യം. അല്ലെങ്കിൽ ഷാർജ പോലുള്ള ഒരു അന്യരാഷ്ട്രത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് ഇവർക്ക് ഈ കലി തുള്ളേണ്ട കാര്യം എന്താണ്? അത് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ അല്ലെ മറ്റാരെങ്കിലും ആണോ? അതൊക്കെ അവരുടെ രാജ്യത്തിന്റെ നിയമത്തിന്റെ കാര്യങ്ങളാണ്. അത് നിയന്ത്രിക്കുകയോ വിലക്കുകയോ അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യം അവരാണ്. അതിനകത്ത് ഒരു ഇന്ത്യക്കാരിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് തന്നെ ഇടപെടാൻ എന്താണ് അധികാരം? ഒരു അധികാരവും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുക എന്നുള്ളതല്ല, പങ്കെടുക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ അതിനകത്ത് കയറി ഇടപെടാനോ അതിനെ ചോദ്യം ചെയ്യാനോ ഒരിക്കലും അവകാശമില്ല. അത് ഈ സംഘി ചാനലുകാരായ കർമാക്കാരോ അല്ലെങ്കിൽ ഈ സംഘിണിയായ അല്ലെങ്കിൽ ഇപ്പോഴീ എച്ചിലും ആയ ജാമിതയോ ഒന്നും അതിനകത്ത് കയറി അഭിപ്രായം പറയാനോ അതിനെ വിമർശിക്കാനോ ഒന്നും ഒരവകാശവുമില്ല. അത് തികച്ചും വ്യത്യസ്തമായി മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതിനെ വിമർശിക്കുന്നത് തന്നെ വിവരക്കേടിന്റെ അങ്ങേ അറ്റമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനെല്ലാം കുരുപൊട്ടുന്നത് ഈ സിനിമയാണ്. ഇവര് ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ വീഡിയോയിൽ അവർ തുടർന്ന് പറയുന്നുണ്ട്, മോഹൻലാല് എന്താ പറയുക, അയോധ്യയിൽ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് മോഹൻലാൽ പോയില്ല. മറ്റു പല സംഘിച്ചായുള്ള വലിയ സിനിമാ നടന്മാരും ഇന്ത്യ തലത്തിൽ ഭാരതത്തിന്റെ ലെവലിൽ അറിയപ്പെടുന്ന സിനിമാ നടന്മാരും ഒക്കെ പോയി അതിൽ പങ്കെടുത്തു. പക്ഷെ മോഹൻലാൽ പോയില്ല. അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മുകേഷിന് വേണ്ടിയിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി മോഹൻലാൽ പോയി. പക്ഷേ ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് മോഹൻലാൽ ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ കലിപ്പുകളെല്ലാം ഒന്നിച്ചങ്ങ് തീർക്കുകയാണ്.
പക്ഷെ അതിന് കണ്ടെത്തിയ സ്ഥലം തെറ്റിപ്പോയി. ഷാർജയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ തികച്ചും വ്യത്യസ്തമായി ഷാർജ ഷെയ്ഖാണ് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. അത് ഷാർജ ഗവൺമെന്റിന്റെ പങ്കാളിത്തത്തോടു കൂടിയുള്ളതാണ്. ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് അതിന് മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു പരിപാടി അത് എന്തു തന്നെയായിരുന്നാലും അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ മാധ്യമമോ അതിനകത്ത് ഇടപെടുന്നു എന്ന് കരുതിക്കൊണ്ട് അതിനെതിരെ വിമർശനം ഉയർത്തുവാനും അതിനെതിരെ കാഹളം മുഴക്കുവാനും ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? സത്യത്തിൽ ഇതിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുക്കുകയാണ് വേണ്ടത്. മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന്റെ പേരിൽ അവരുടെ തുടർന്നുള്ള വാക്കുകൾ നിങ്ങളൊന്ന് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഇസ്ലാമി പോലെ രാഷ്ട്രവിരുദ്ധ സംഘടനയുമായി ചേർന്ന് പാരലായി ഇന്ത്യക്ക് പാരലായിട്ട് ഒരു ഭരണഘടനയുണ്ടാക്കി, ഒരു ദേശീയ ഗാനമുണ്ടാക്കി, ഈ രാജ്യത്തെ തന്നെ മതവൽക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറായി പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയുമായി ചേർന്ന് നിൽക്കുമ്പോൾ കേണൽ പദവി ഉപയോഗിക്കണോ വേണ്ടേ, അതല്ലാതെ അതിനകത്ത് പ്രവർത്തിക്കണോ വേണ്ടേ എന്നുള്ളത് തികച്ചും അദ്ദേഹത്തിന്റെ സ്വകാര്യതകളാണ്. അതിലേക്കൊന്നും ആരും കടക്കുന്നില്ല. പലരും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അവരുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രങ്ങൾക്ക് അല്പം കൂടി തെളിച്ചു കൊടുക്കും. ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഷാർജയിൽ നടത്തുന്ന കമൺ കേരള ഇവന്റിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ ലാലേട്ടനാണ് മുഖ്യാതിഥിയായിട്ടുള്ളത്. ഈ യാത്രയും പരിപാടിയും വളരെ ശ്രദ്ധേയം ആവേണ്ടതാണ്. ഒരുപക്ഷെ PFIക്ക് മുന്നേ നടപടി ഉണ്ടാകേണ്ടിയിരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കരിപ്പൂർ വിമാനത്താവളത്തിൽ നടത്തിയ കേരള ഹമാസ് പ്രകടനം ബംഗ്ലാദേശ് വിഷയത്തോടുകൂടി ഏതാണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ, SDPIയേക്കാൾ, PDPയേക്കാൾ, NDFനേക്കാൾ, സിമിയേക്കാളൊക്കെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം അവരുടെ മുഖപത്രത്തിൽ തന്നെ ആമുഖമായി തന്നെ മൗദൂദി പറഞ്ഞു വെക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും മതേതരത്വത്തിനും എതിരാണ് എന്ന് തന്നെയാണ്. മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ വിഘടനവാദ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ഉറവിടവും സംഘാടനവും ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ്. നിരോധന നടപടി കൊണ്ടുവരാൻ കഴിയാത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വലിയൊരു വീഴ്ചയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനം എന്തെന്ന് സമൂഹം തിരിച്ചറിയുന്നത്. പ്രകടമായ രാഷ്ട്രവിരുദ്ധ ചെയിനിൽ ഒട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാൻ ശ്രീ മോഹൻലാൽ നിശ്ചയം ചെയ്തിരിക്കെ ആ ലഫ്റ്റനന്റ് കേണൽ പദവി ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. സ്വയം അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ലെങ്കിൽ സേനയ്ക്കെങ്കിലും അതിന്റെ പദ്ധതികളിൽ ആത്മാഭിമാനം തോന്നേണ്ടതാണ്. ഒരിക്കലും മോഹൻലാലിന്റെ രാജ്യവിരുദ്ധ സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കാൻ നാം തയ്യാറാകരുത്. വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തെ മറയാക്കി അദ്ദേഹം തന്റെ ഇടപാടുകൾക്ക് ഒരു സുരക്ഷാ വലയം തീർന്നത് നമ്മൾ കണ്ടതാണ്. നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന സംഘപരിവാറിന്റെ ഏറ്റവും ശക്തനായ നേതാവിന്റെ കീഴിൽ സുശക്തമായ ദേശീയ സർക്കാർ രൂപീകൃതമായതിനു ശേഷമാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ ആരാധക വൃന്ദം ഹൈന്ദവരും പ്രത്യേകിച്ച് സംഘ അനുകൂലികളുമാണ്. ആ സ്നേഹവും വാത്സല്യവും തന്റെ ബിസിനസ് അഭിനയ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി അയാൾ മുതലെടുക്കുകയാണ്. അഭിനയം അത് പെടുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പെടും. അതിനുദാഹരണമാണ് എമ്പുരാൻ. താനും ഒപ്പം എന്ന തോന്നൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും അതിന്റെ അണികൾക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിർഭയം തന്റെ അജണ്ടകൾ നടപ്പാക്കാമെന്ന് മനസ്സിലാക്കിയ കൂർമ്മ ബുദ്ധിക്കുടമയാണ് പുള്ളി. അയാളുടെ അഭിനയ ചാരിറ്റി കൊണ്ട് അയാൾ നിഷ്കളങ്കരായ ഒരു സമൂഹത്തിലുണ്ടായ സ്നേഹം, ബഹുമാനം തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുകയാണ്. മുകേഷ് തിരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞ പ്രചാരണത്തിൽ ഇറങ്ങിയ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ആ ഔദാര്യം ഉണ്ടായില്ല. ഇതൊന്നും ആരും ശ്രദ്ധിക്കാതായപ്പോൾ അയാൾ സന്തോഷിച്ചു. കശ്മീരിൽ മുസ്ലിം തീവ്രവാദികൾ അഴിച്ചുവിട്ട വർഗീയ കലാപവും ഹിന്ദുക്കളുടെ പലായനവും വരച്ചുകാട്ടിയ കശ്മീർ ഫയൽസ് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കുണ്ടായപ്പോൾ എറണാകുളം ഷേണായ്സ് ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ തയ്യാറായപ്പോഴും അദ്ദേഹത്തിന്റെ ആശീർവാദ് സിനിമ ചുരുക്കം ചില പ്രമുഖ വ്യക്തികളിൽ അമിതാഭ് ബച്ചനും അനുരാധ പട്യാളും ഉൾപ്പെടെയുള്ളവർ ആ ക്ഷണം സ്വീകരിച്ചപ്പോൾ ഇയാൾ അത് ധിഖരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അപമാനിച്ചു. ഈ ഗോത്ര സംഭവം എടുത്താൽ ഹൈന്ദവർക്ക് കൊള്ളാൻ മാത്രമല്ല കൊണ്ടാൻ കൊടുക്കാനും അറിയാം എന്ന് തെളിയിച്ച ഹിന്ദു സമൂഹം ഏറ്റവും വികാരപരമായി കാണുന്ന ആ നരഹത്യയെ വെള്ളപൂശി ഒരു ബ്രഹ്മാണ്ഡ ചിത്രമിറക്കി ഭാരത ജനതയെ മൊത്തം കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കാൻ നോക്കിയപ്പോഴും ലാൽ ആ അജണ്ടയുടെ ഭാഗമാണ്. ആരാധനയും സ്നേഹവും ബലഹീനതയും ഇയാൾ മുതലെടുക്കുകയാണ്. എന്തു ചെയ്താലും എന്ത് ചെയ്താലും കേരള ജനത പ്രതികരിക്കില്ല. അവർക്കത് മനസ്സിലാകില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു നടൻ മാത്രമാണ്. ശരി, നടന വിസ്മയമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അതിനൊന്നും നമുക്ക് ആർക്കും യാതൊരു വിയോജിപ്പുമില്ല. പക്ഷേ ഈ കേണൽ പദവി എന്തിനാണ്? കൂടുതൽ യുവാക്കളെ ഈ രാജ്യത്തിലേക്ക് ആകർഷിക്കാൻ, സൈനികത്വത്തിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇദ്ദേഹത്തിന് ഈ പദവി നൽകിയിരിക്കുന്നത്. പക്ഷെ ആ പദവി നമ്മുടെ രാജ്യത്തെ സാരമായി ബാധിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള സമയം അതിക്രമിച്ചു.
ഇസ്ലാം മോശമാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മോശമാണ്. പക്ഷെ ഇസ്ലാമിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ പറ്റാവുന്ന നേട്ടങ്ങൾ, അതൊക്കെ എങ്ങനെ വ്യംഗ്യമായി ഒപ്പിക്കാം? അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇസ്ലാമിനെ തെറി പറഞ്ഞ് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തി സംഘികളെ സുഖിപ്പിച്ചുകൊണ്ട് അവരുടെ ഔദാര്യം പറ്റുന്നത്, അവരിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത്, അവരെ സോഷ്യൽ മീഡിയയിൽ അംഗങ്ങളാക്കിക്കൊണ്ട് വീഡിയോകളുടെ റീച്ച് വർദ്ധിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നത്, കാമിതയുടെ ഈ അടവ്, കാമിതയുടെ ഈ ധിക്കാരവും അഹങ്കാരവും കൂടുതൽ നാൾ നിലനിർത്തി പോകാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ്. അതിൻ്റെ അന്ത്യം വിദൂരമല്ലാതെ നമുക്ക് കാണാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാം സഹകരണം തുടർന്നുണ്ടാകണം. ഈ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.